ഓപ്പറേഷൻ സിന്ധുവിന്റെ ഭാഗമായി ഇറാനിൽ നിന്നും ഇസ്രയേലിൽ നിന്നും ഇന്ത്യൻ പൌരന്മാരെ ഒഴിപ്പിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണ്. ഇറാനിലെ ഖോമിൽ നിന്ന് 600ഓളം വിദ്യാർത്ഥികളെ മഷ്ഹാദിൽ എത്തിച്ചു. ഇവരെ ഉടൻ നാട്ടിലേക്ക് എത്തിക്കും. ആർ അച്യുതൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. അച്യുതൻ, ഈ സംഘർഷ മേഖലകളിലെ സാഹചര്യം വിദേശകാര്യ മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ധു ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോവുക? അടുത്ത സംഘം എപ്പോഴേക്കെത്തും? എങ്ങനെയാണ് ഇതിന്റെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്? അച്യുതൻ, ഗുഡ് മോർണിംഗ് റിജിത്ത്, ക്രിസ്റ്റിന. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം വഷളായതോടുകൂടിയാണ് ഇന്ത്യൻ പൗരന്മാരെ ഇരു രാജ്യങ്ങളിൽ നിന്നും ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ അത് വിദേശകാര്യ മന്ത്രാലയം സ്വീകരിച്ചത്. ആദ്യം ഇറാനിൽ നിന്നായിരുന്നു ഇതിൻ്റെ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചതെങ്കിൽ ഇപ്പോൾ ഇസ്രായേലിലും ഇന്നലെയോടുകൂടി ആ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇറാനിൽ പൊതുവെ ഈ ഏതാണ്ട് 6000ഓളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഒരു വിലയിരുത്തൽ. അതിൽ ഇന്നലെ 110 വിദ്യാർത്ഥികൾ ആദ്യ സംഘം ഇന്ത്യയിൽ എത്തുകയും ചെയ്തു. ഖോമിലെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയ 600 വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ ഈ മഷ്ഹാദിൽ എത്തിച്ചിരിക്കുന്നത് എന്നത് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. അവിടെ മഷ്ഹാദിൽ അവരെ സുരക്ഷിതമായി എത്തിച്ചിട്ടുണ്ട്. അവരെ ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള മറ്റ് നടപടികൾ, അതായത് വിമാനം ഉൾപ്പെടെ ക്രമീകരിച്ചുകൊണ്ട് അവരെ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഉടൻ ഉണ്ടാകും എന്നുകൂടിയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്നത്. ഒപ്പം തുർക്ക്മെനിസ്ഥാൻ വഴിയും ഇത്തരത്തിൽ ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കുവാനുള്ള നടപടികൾ അവിടെയും ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വഴി, അതായത് സാധ്യമായ എല്ലാ മാർഗങ്ങളിലൂടെയും ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് നാട്ടിലേക്ക് വിമാനങ്ങൾ വഴി എത്തിക്കുവാനുള്ള ശ്രമമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിലും സമാനമായ രീതിയിലുള്ള നടപടികൾ ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. അതായത് വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ഈ ദൗത്യത്തിൻ്റെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി കൂടുതൽ വിമാനങ്ങൾ ഇന്ത്യൻ പൗരന്മാരുമായി ഇരു രാജ്യങ്ങളിൽ നിന്നും പുറപ്പെടും എന്ന് തന്നെയാണ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. അതായത് നിലവിലെ ഈ സാഹചര്യം കൂടുതൽ സങ്കീർണമാകുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതമായി നാട്ടിലേക്ക് തിരിച്ചെത്തിക്കുക എന്ന ദൗത്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം ആരംഭിച്ചിരിക്കുന്നത്. ശരി, ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.